മസ്ഊലൻ അൻ റഅയ്യത്തിഹി, നമ്മുടെ റഅയ്യത്തിനെ സംബന്ധിച്ച്, നമ്മളുടെ ആ ഒരു കെയറിങ്ങിനെ സംബന്ധിച്ച്, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, നമുക്ക് അല്ലാഹു തആല തന്ന നമ്മളുടെ മക്കൾ അത് നമ്മൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ച സ്വത്താണ്. അതിനെ കൃത്യമായി ഗൈഡ് ചെയ്യാനും വളർത്താനും അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മറ്റൊരു ഹദീസിലൂടെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഏതൊരു കുഞ്ഞും ഈ ലോകത്തേക്ക് ജനിക്കുന്നത് നല്ല ഫിത്രയിലൂടെയാണ്. ഒരു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് ജനിക്കുന്നത്. അലൽ ഫിത്ര, ഫിത്ര എന്ന് പറഞ്ഞാൽ ശരിയായ നല്ല പ്രകൃതിയിൽ, അഥവാ ഇസ്ലാമിനെ ശരിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഒരു കുഞ്ഞ് ജനിക്കപ്പെടുന്നത് എന്നാണ്. അവിടെ തന്നെ പറയുന്നത് ഫിത്രത്തുല്ലാഹി ലത്തി ഫതറന്നാസു അലൈഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ആ ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ അത് ഹഖായ ദീൻ സ്വീകരിക്കാൻ പറ്റുന്ന, അതിന് അക്സെപ്റ്റബിൾ ആകുന്ന രൂപത്തിലാണ് ഓരോ വ്യക്തിയും ഈ ലോകത്തേക്ക് ജനിക്കപ്പെടുന്നത്. പിന്നെയോ ഫഅബവാഹു യുവഹിദാനിഹി വയുനസ്സിറാനിഹി വയുനജ്ജിസാനിഹി, പിന്നെ അവൻ്റെ പാരൻസ് ആണ് ഇവനെ യഹൂദിയാക്കുന്നതും അതുപോലെ തന്നെ നസ്രാനിയാക്കുന്നതും അതുപോലെ തന്നെ മജൂസിയാക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ ഒരുപാട് തിയറികൾ നമുക്ക് ഇന്നത്തെ മോഡേൺ സൈക്കോളജി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ബന്ദൂറ എന്ന് പറയുന്ന വലിയൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പഠിപ്പിക്കൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കൃത്യമായി നല്ല ഒരു ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ചിട്ട് പിന്നെ അവനെ എങ്ങനെയാണോ ഷേപ്പ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കുന്നത് അവൻ്റെ പാരൻസാണ്. അതായത് എൻവയോൺമെൻറ്റും ഈ കുട്ടിയുടെ എൻവയോൺമെൻറ്റും ആ കുട്ടിയുടെ പാരൻസും, ഇതാണ് ഒരാളെ ഷേപ്പ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഇത് തന്നെയാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ ഈ ബന്ദൂറ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികളും, ഓരോ ചൈൽഡും ഇവരെ ജനിക്കുന്നത് നല്ല വളരെ പ്യുവറായിട്ടുള്ള ഒരു നേച്ചുറലാണ്. ആ പ്യുവറായ സിറ്റുവേഷനിൽ ആ കുട്ടിയെ നേർച്ചറിങ് ചെയ്ത് നല്ല രീതിയിലേക്ക് ഷേപ്പ് ചെയ്യാൻ ആവുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ്. അഥവാ സോഷ്യൽ ബട്ട തന്നെയാണ് അവൻ്റെ ഫാമിലി, അതുപോലെ തന്നെ അവനെ പഠിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ അവൻ കാണുന്ന കാര്യങ്ങൾ, ഒബ്സർവേഷൻ, ഇതൊക്കെ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി നമ്മളെ ജനിക്കുന്ന സമയത്ത് തന്നെ ആ ഫസ്റ്റത്തെ ഇയറിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാറുണ്ട്. നമുക്ക് ഈ 2-3-4 ക്ലാസ്സിലാണ് ഞങ്ങൾക്കത് വിശദീകരിച്ചെടുക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താണ് പോകാനപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുട്ടികളെ അങ്ങനെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റത്തെ ഇയറിൽ തന്നെ ഒരു കുട്ടിക്ക് കിട്ടുന്ന കെയർ ഗീവേഴ്സിൽ നിന്ന്, അഥവാ കെയർ ഗീവേഴ്സിന് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ ഉമ്മ, ഇനി ഉമ്മയില്ലാത്ത കുട്ടികളിൽ ആ കുട്ടിയെ ആരാണോ കെയർ ചെയ്യുന്നത് അത് ചിലപ്പോൾ കുട്ടിയുടെ ഉമ്മൻ്റെ സഹോദരിമാരോ അതല്ലെങ്കിൽ വാപ്പൻ്റെ സഹോദരിമാരോ അല്ലെങ്കിൽ ഒക്കെ ആവാം. അപ്പോൾ ഈ സഹോദരിമാരിൽ നിന്ന്, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു എന്തുണ്ട്, ഇമോഷണൽ ബോണ്ടുണ്ട്, വൈകാരികമായിട്ടുള്ള കുട്ടിക്ക് കിട്ടുന്ന സന്തോഷമില്ലായ്മയും. അപ്പോൾ കുട്ടി കരയുന്ന സമയത്ത് എന്താണ്, കുട്ടിയെ നെഗ്ലക്റ്റ് ചെയ്യുക, അവഗണിക്കുക. അങ്ങനെ ആകുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, കുട്ടിക്ക് എന്നെ അവഗണിക്കപ്പെടുന്നു, കുട്ടിയുടെ ഒരു ഭാഷയാണ്, അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടാകുമ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല, അതല്ലെങ്കിൽ എന്നെ ഈ സമൂഹത്തിലുള്ള ആളുകളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ഒരു മൈൻഡ് കുട്ടിയിൽ രൂപപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുട്ടി എന്ത് ചെയ്യും, വളർന്നു വലുതാകുമ്പോൾ ആ കുട്ടിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ബുദ്ധിമുട്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം ഹസ്ബൻഡിനെ അല്ലെങ്കിൽ സ്വന്തം വൈഫിനൊക്കെ സ്നേഹിക്കാനും ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ ചെറുപ്പത്തിലുള്ളതിന് അറ്റാച്ച്മെൻറ്റ് തിയറി എന്ന് പറയും. അപ്പോൾ ആ ഒരു തിയറി അനുസരിച്ച് ചെറുപ്പത്തിലുണ്ടാകുന്ന ആ ഫസ്റ്റത്തെ 2 ഇയറിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടിയുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കെയർ, ആ ഒരു ഇമോഷണൽ അക്സെപ്റ്റൻസ് ഒക്കെ, അവരുടെ വൈകാരികമായ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. അതിനൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് ചുറ്റുപാടിൽ നിന്ന് കിട്ടിയത് എങ്കിൽ ആ കുട്ടിക്ക് നല്ല സെൽഫ് എസ്റ്റീം ഉണ്ട്. അഥവാ സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു ബഹുമാനവും മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ബഹുമാനവും, അവരൊക്കെ സ്നേഹിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കേണ്ടവരാണ്, എന്നെ സ്നേഹിക്കുന്നു ഞാൻ അവരെയും സ്നേഹിക്കേണ്ടവരാണ്, അവരോടുള്ളൊരു വിശ്വാസവും ഒക്കെ ഇവർക്ക് ഫോം ചെയ്യാൻ ആദ്യത്തെ 2 വർഷത്തിലുള്ള ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കം മുതൽക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ
പിന്നുള്ള കുറച്ച് നമുക്കറിയാം കുട്ടികൾ വളരെ റാപ്പിഡായിട്ടാണ് ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മുടെ ഇപ്പോൾ ഓരോ ആ തിയറിയിൽ പറയുന്നതനുസരിച്ച് കുട്ടികൾ പ്രത്യേകമായി പഠിക്കുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ഒബ്സർവേഷൻ അല്ലേ. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നമ്മൾ പല ക്ലാസ്സിൽ കേൾക്കുന്നതാണ്, നമുക്കതൊക്കെ അറിയാമായിരിക്കും. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇഫക്റ്റീവായ ഒരു സംഭവമാണ് കുട്ടികളെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടി നമുക്കറിയാം, അതിങ്ങനെ നമ്മളിപ്പോൾ ഒരു വാപ്പ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കുട്ടി എന്തായിരിക്കും ആ ഒരു രീതിയിലൂടെ അതിനെ വളരും. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നല്ല വിശാലമായ ഒരു ഗ്രാസ്, ഒരു പുല്ല്, ആ പുല്ലിലൂടെ നമ്മൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ജസ്റ്റ് ആ നടന്ന ഭാഗം മാത്രം ചെയ്യും, ആ പുല്ലൊക്കെ ഒന്ന് ഫെയ്ഡ് ആവും അല്ലേ, ഒന്ന് ഇതാവും. പിന്നെ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ ഇങ്ങനെ ആയിക്കോട്ട് നടന്നു പോയാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു വഴിയായി മാറും. അതാണ് ഒരു ഹാബിറ്റ് രൂപപ്പെടാൻ, ഒരു പതിവ് ശൈലി നമ്മുടെ ലൈഫിൽ നമുക്ക് ഫോം ചെയ്യണമെങ്കിൽ ഒരേ സാധനം കൃത്യമായ രൂപത്തിൽ ഡയറക്ഷനിലൂടെ അത് കൊണ്ടുപോയാൽ നമുക്ക് ഹാബിറ്റായിട്ട് വരണം. ഇപ്പോൾ ആധുനിക സൈക്കോളജിയിൽ 21 ഡേയ്സ് ചാലഞ്ച് എന്ന സംഭവമാണ്, നമുക്കറിയാമായിരിക്കും. ഒരാൾ 21 ദിവസം ഒരു കാര്യം കൃത്യമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ലൈഫിൽ ഹാബിറ്റായി വരാൻ അതൊരു വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഒന്ന് ബഹുമാനപ്പെട്ട ഉസ്താദോട് പറഞ്ഞു, 7 വയസ്സായാൽ കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കാരം കൽപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. എന്ന് നബി പഠിപ്പിച്ചു നോക്കി. അതായത് ഈ 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ, ഇപ്പോൾ WHO ഇപ്പോഴത്തെ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് അഡോളസൻസ് സ്റ്റേജിലേക്ക് കടക്കുന്നത് 10 വയസ്സാക്കിയിട്ടുണ്ട്. മുമ്പ് 12 ആയിരുന്നു. ഇപ്പോൾ കുട്ടികളെ എന്താണ്, ഇപ്പോൾ നമ്മളുടെ ജീവിതകാലത്തുള്ള അതിനേക്കാളും കൂടുതൽ ഡെവലപ്മെൻ്റ് ആണ് കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റുള്ള ഹൈ ലെവലിലുള്ള പിന്നെ പെർഫോമൻസുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾ 12, 13, 14 പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ ഈ 9, 10, 11 ആകുമ്പോൾ പെർഫോം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അഡോളസൻസിൻ്റെ എന്തായി ഡെഫിനിഷൻ ഇവർ മാറ്റി അത് 10ലേക്ക് മാറ്റി. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം നമ്മളെ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ 4ലും 5ലും 6ലും 9 പിന്നെ മെൻസ്ട്രേഷൻ പീരീഡൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടമാണ് ഇവർ അഡോളസൻസ് എത്തിച്ചിട്ടുള്ളത്. പക്ഷെ അത് മാറ്റി. അപ്പോൾ എന്താ കാരണം? കുട്ടികൾക്ക് കൂടുതൽ പെട്ടെന്ന് ഒബ്സർവ് ചെയ്തിട്ടും കാര്യങ്ങൾ അതിലേക്ക് ഇടപെട്ടിട്ടും എന്താണ് സോഷ്യൽ മീഡിയയിൽ പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾ കൂടുതൽ ഡെവലപ്ഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസം പറഞ്ഞാൽ എന്താ, 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഒരു ദിവസം 5 പ്രാവശ്യം കൽപ്പിക്കുമ്പോൾ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യമായി നമുക്ക് കൂടാൻ പറ്റും? അങ്ങനെ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം കൽപ്പിക്കുന്നുണ്ട്? അതൊന്നും പഠിക്കാൻ പറ്റില്ല, മനസ്സിലാണ്ട. പിന്നെ അടുത്ത വർഷവും ഇതേപോലെ തന്നെ നമ്മൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്, ഒരേ കാര്യം നിരന്തരം കുട്ടിയെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ കൽപ്പിച്ച് അതിൽ ചെയ്യിപ്പിക്കുമ്പോൾ അതൊരു പാറ്റേൺ ആയി കുട്ടിയെ രൂപപ്പെടുന്നത്. നമുക്ക് നിങ്ങൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസം പഠിച്ച തിയറിയാണ് അതൊക്കെ. ഞാൻ മനസ്സിലായി ഇവരെ ചില തിയറികളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇവന്മാർ നമ്മളെ ഇതെല്ലാം ട്രാൻസ്ലേഷൻ കിട്ടുമല്ലോ, ഇതൊക്കെ നോക്കിയിട്ട് ഒരുപാട് ടേംസുകൾ അല്ലെങ്കിൽ ടൂൾസുകൾ എന്തെങ്കിലും ഒരു കോപ്പി ചെയ്ത പോലെയാണ്. എന്നിട്ട് അത് അവരെ പേറ്റന്റിൽ അവരെ ഇറക്കി. അങ്ങനെ ഒരുപാട് തിയറീസ് നമുക്ക് പഠിച്ചപ്പോൾ അറ്റാച്ച്മെൻറ്റ് തിയറി, ഈ പറഞ്ഞ സോഷ്യൽ ലേണിംഗ് തിയറി, ഇതൊക്കെ ശരിക്കും നമ്മുടെ ഹദീസിലും ഖുർആനിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഏതൊരു പിന്നെ ആളെയും നമുക്ക് ചെയ്യാൻ പറ്റും, അയാളെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നത് അയാൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ട്യൂഷൻ എടുക്കണം, അവിടെ ചെറിയ കുട്ടിയുണ്ട്. അവരെ പറഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ മദ്രസയിൽ ചേർക്കണം, കുറേ ദൂരം താമസിക്കണം, അവർക്ക് അവിടെ ചുറ്റുപാടൊന്നും മദ്രസയില്ല. അപ്പോൾ അത് വേണ്ട സ്ഥലം അവനവർക്ക് ലഭ്യമില്ല, കാരണം അവർക്ക് കുന്നക്കാളം മടി, പിന്നെ അവിടെ വണ്ടിയില്ലാത്തത് വേറെ വിഷയം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ട്യൂഷത്തെ പൈസ കിട്ടും. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മദ്രസയിൽ വരുന്ന സമയത്ത് പിന്നെ ഒബ്സർവേഷൻ ഒന്ന്, മോഡലിംഗ് എന്ന സംഭവം രണ്ടാമത്തത്. മോഡലിംഗ് മറ്റൊരു ലേണിംഗ് തിയറിയാണ്, ഇതിൽ പെട്ടത് തന്നെ. അഥവാ മറ്റൊരു കുട്ടി അല്ലെങ്കിൽ ആ മദ്രസയിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ മോഡലാക്കാൻ ഈ കുട്ടി കഴിയണമെങ്കിൽ കുട്ടി മദ്രസയിൽ വരണം. ഫോർ എക്സാമ്പിൾ, ഈ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മൗലിദ് എന്താണെന്നുള്ളത് ശരിക്ക് അറിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം, റബി ലെവൽ ആകുമ്പോൾ അവരെ പഠിപ്പിക്കല. റബി ലെവലാണ്, റബി ലെവലിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിൽ മൗലിദ് രണ്ടാം മൗലിദ് എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ കുട്ടികളെ നമ്മൾ ഇരുത്തി പഠിപ്പിച്ചില്ല വേറെ. ഞാൻ മറ്റേ മദ്രസയിൽ വരുമ്പോഴോ അത് ഒബ്സർവ് ചെയ്യണം. അന്ന് റബി ലെവൽ ആകുന്ന സമയത്ത് മദ്രസയിൽ എന്താണ് 30 ദിവസം അല്ലെങ്കിൽ 12 ദിവസം എന്താണ് ഇത് മൗലിദ് വന്നത്, ആ കുട്ടിക്ക് മൗലിദ് എന്താണെന്നുള്ളത് പഠിക്കണം. അപ്പോൾ ആ മോഡലിങ്ങും അതായത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് കോപ്പി ചെയ്യുമ്പോൾ അവിടെ നടക്കണം. ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുന്നത് മദ്രസയിലൂടെയാണ്. അപ്പോൾ ഈ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളെ പാരന്റിങ്ങിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മദ്രസയിലേക്ക് കുട്ടികളെ, ട്യൂഷൻ നമുക്ക് കൊടുക്കാം, പക്ഷേ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു നിലക്കും കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമേ, ഞാൻ ആ ക്ലാസ് എടുത്തില്ലെങ്കിൽ അവർ ചിലപ്പോൾ അതുകൊണ്ട് അവരവരുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ആ മേഖലയിൽ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ചെയ്യാൻ പാടും. അതെല്ലാം ഒരു വിധം നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ ഈ മദ്രസ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു പാരന്റിങ് എന്നുള്ളത് എന്താണ്, ഒന്നാമത്തെ പോയിന്റ് ഇബാദത്താണ്. രണ്ടാമത്തത് തന്നെ അല്ലാഹു തആല നമ്മൾ പറഞ്ഞു അൻഫുസക്കും ആയിരിക്കുന്നതാണ്. ഞാനിത് എങ്ങനെ ഇബാദത്താണെന്ന് രണ്ടാമത്തെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അഹലിനെയും അൻഫുസക്കും നിങ്ങളുടെ നെഫ്സുകളെ നരകത്തിൽ
പിന്നെയോ വാഹലിക്കും നിങ്ങൾ മാത്രം പറയും, നിങ്ങൾ മാത്രം നല്ല ഉഷാറായി നോമ്പ് സ്പേറ്റ് വർക്ക് ചെയ്ത് ഉംറ ചെയ്ത് നടന്നാൽ പോരാ, നിങ്ങളുടെ അഹലിനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പൊ നമ്മുടെ അഹല്, നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന്, അതിൽ അവർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട വ്യക്തികളാണ് പാരൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തആല അമാനത്തായിട്ട് തന്ന ഈ മക്കളെ അവരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾക്ക്, പ്രയോജനപരമായ കാര്യങ്ങൾ അവർക്ക് കൊടുക്കൽ, അതാണ് നർച്ചറിങ് എന്ന് പറയും. അത് ചെയ്യാന്നുള്ളത് നമുക്ക് നിർബന്ധമായ ബാധ്യത നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിത്തറത്ത് ഉണ്ടല്ലോ, അതായത് ഓരോ കുട്ടി ജനിക്കുന്ന ആ ഒരു ഫിത്തറത്ത്, അതിനെ നല്ല എൻവയോൺമെന്റിലാക്കി നർച്ചറിങ് ചെയ്യുക, പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഈ പാരന്റിങ് വിഷയത്തിൽ പറയുമ്പോൾ പാരന്റിൻ്റെ സ്റ്റൈലുകൾ പല ആളുകളും പല സ്റ്റൈലായിരിക്കും. ഇപ്പോൾ ഒരു 4 രീതിയിലുള്ള പാരന്റിങ് സ്റ്റൈല് നമുക്കൊക്കെ പഠിക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റൈലാണ് പിന്നെ അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയും. അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ എന്നുള്ള പേര് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അവിടെ നല്ല സ്ട്രിക്റ്റ് റൂളായിട്ടുണ്ടാവും. അതായത് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളായിരിക്കും. കുട്ടിയുടെ ആവശ്യങ്ങളോട് അല്ലെങ്കിൽ കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള നീഡ്സുകളോടൊന്നും അത്ര കണ്ടെത്തുന്നുണ്ടാവില്ല, ഓപ്പൺ അപ്പ് ആവില്ല ചിലപ്പോൾ പാരൻസ്. എന്ത് കണ്ടാലും ചിലപ്പോൾ ചീത്ത പറയുന്നു, ഇടയ്ക്കിടക്കുന്നുണ്ടാവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പണിഷ്മെന്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര പാരന്റിങ് സ്റ്റൈൽ, അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഒരു അവരുടെ തന്നെ വലുതാവുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾ അഥവാ മറ്റുള്ളവരെ നേരിടാനുള്ള പേടി, അതല്ലെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുന്ന സമയത്ത് പിന്നെ മറ്റുള്ളവരോട് കൂടുതൽ പേടി, ഇത്തരം വിഷയങ്ങളൊക്കെ ഈ കുട്ടികളിൽ ഫോം ചെയ്യാൻ കാരണമാവുന്നതാണ് പറയുന്നത്. അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലുള്ള അങ്ങനെ വളർന്ന കുട്ടികളാണ്. രണ്ടാമത്തത്, ഞാൻ ഒരു വിശദീകരിക്കുന്നില്ല, അങ്ങനെ പോയിന്റുകൾ പറഞ്ഞു പോകണം. രണ്ടാമത്തത് പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയും. അഥവാ എല്ലാ കാര്യങ്ങളിലും വളരെ പെർമിഷനാണ്, കാര്യത്തിൽ ഒരു റൂൾസ് എന്ന് പറയുന്നത്, ഒരു പ്രത്യേകമായ ഡിസിപ്ലിൻ അഥവാ അത് പഠിപ്പിക്കുക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമുക്കൊന്നും ഒരു വിഷയം ഉണ്ടല്ല. ഇപ്പോഴത്തെ മൊബൈലിൽ കളിക്കുന്നു വാർത്ത വേറെ ഭാഗത്ത്, വേറെ ഭാഗത്ത്, കുട്ടികളെ വേറെ ഭാഗത്ത്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഫുൾ പെർമിഷൻ, വീട്ടിലെന്താണ് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടാവും. അങ്ങനത്തെ ചില പാരന്റിങ് സ്റ്റൈലുണ്ട്. ആ കുട്ടികൾക്ക് എന്ത് ചെയ്യും, പിന്നെ അങ്ങനെ വളരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സെൽഫ് റെഗുലേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടാകും. അഥവാ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അതുപോലെ പിന്നെ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാനുള്ള പിന്നെ ഒരു മാനസികാവസ്ഥയൊക്കെ കുറവായിരിക്കും. പിന്നെ ഇത്തരം വ്യക്തികൾ വലുതായി അഡ്വൽട്ട് ആയി കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതോറിറ്റേറ്റീവിനോട്, അഥവാ തൻ്റെ മാനേജറോടോ അല്ലെങ്കിൽ തൻ്റെ കമ്പനി ഓണറൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. കാരണം ഇവൻ അങ്ങനെ വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥലത്തിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എന്താണ് പല പ്രയാസങ്ങളും, അല്ലെങ്കിൽ ചില നമ്മുടെ മുകളിലുള്ള ആളുകളുടെ കമാൻഡ്സുകളൊക്കെ ഉണ്ടാവും. അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ഇവൻ്റെ മൈൻഡിനാണുള്ള സെറ്റായിട്ടുള്ളത്. ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടായി ഇടയ്ക്കിടെ ജോലി മാറുന്ന ഒരു സ്വഭാവം ഇത്തരം കുട്ടികൾ വളർന്നു വരുന്നത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ ടീച്ചേഴ്സ് ശകാരിച്ചാലൊക്കെ ഇവർക്ക് ഭയങ്കര ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവും. എന്നിട്ട് അത് കരിയിലൊന്ന് വന്നാൽ അപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യും, അതിപ്പോൾ ടീച്ചറുടെ ഉസ്താദിനോട് ഇപ്പോൾ ആ രീതിയിൽ റിയാക്ട് ചെയ്യും. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഇത്തരം പാരൻസിൻ്റെ സ്റ്റൈലുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമതാണ് അൺഇൻവോൾവ്ഡ് പാരന്റിങ്. ഈ നേരത്തെ പറഞ്ഞാൽ ഫുള്ള് പെർമിഷൻ കൊടുക്കും, എന്ത് വെച്ചാലും കൊടുക്കും, എന്ത് വെച്ചാലും വാങ്ങി കൊടുക്കും, അങ്ങനെയൊക്കെയുള്ളതാണ്. ഇതങ്ങനെയല്ല, ഒന്നിനും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. അതായത് കുട്ടി എന്തൊരു വിഷയം പറഞ്ഞാൽ മുമ്പിൽ കാര്യമായിട്ട് അത് ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു ഫീസ് വേണമെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് അങ്ങനെ ഒരു കൂട്ടമൊന്നും ഉണ്ടാകും. ഒരു കുട്ടിയോട് സ്കൂളിൽ നിന്ന് ദിവസം ഫീസ് വയ്ക്കുമ്പോൾ കുട്ടി എതിരെ ഇടങ്ങാറാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. കുട്ടിയുടെ ഒരു വിഷയത്തിൽ വൈകാരികമായിട്ടോ കുട്ടിയുടെ ആവശ്യങ്ങൾ മറ്റൊന്നും ശരിയായ രീതിയിൽ ഇടപെടാത്ത മാതാപിതാക്കൾ, അഥവാ ആ ഒരു പാരന്റിങ് സ്റ്റൈൽ, ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷണൽ ഇഷ്യൂസ് ആ കുട്ടികളിൽ സൈക്കോളജി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പറയുന്നില്ല, അതിൽപ്പെട്ട് വളരെ ഒന്നാണ് ഇവർക്ക് ലോ സോഷ്യൽ സ്കിൽസ് ആയിട്ടുണ്ടാകുക. സാമൂഹികമായിട്ടുള്ള ഒരുപാട് സ്കിൽസുകൾ ഉണ്ടല്ലോ. നമുക്ക് ഒരാളോട് ഇടപെടാനും, അതുപോലെ ഒരു സദസ്സിൽ എങ്ങനെ പ്രതികരിക്കണം, അപ്പോൾ ബസ്സിൽ മെട്രോയിലൊക്കെ പോകുമ്പോൾ എങ്ങനെ അവിടെ റെസ്പോൺസ് ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള സോഷ്യലായിട്ട് ഒരുപാട് സ്കില്ലുകൾ നമുക്ക് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വളരെ കുറവായിരിക്കും ഇത്തരം കുട്ടികളിൽ നിന്ന്. അതുപോലെ തന്നെ ബിഹേവിയറൽ ഇഷ്യൂസ്, പെരുമാറ്റ പ്രശ്നങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടാകുന്നു. ഇങ്ങനെ അതായത് മാതാപിതാക്കളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ ഇല്ലാഞ്ഞാൽ ഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈൽ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് സ്കൂളിലായാലും മദ്രസയിലായാലും അവർ വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നവരാണ്. നാലാമത്തെ ഒരു ഐറ്റാണെങ്കിൽ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ. ഇതാണ് എ ക്ലാസ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയാം. അഥവാ ഇവിടെ നല്ല ക്ലിയർ റൂൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ അഥവാ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് നിസ്കരിക്കണം, ഇന്ന സമയത്ത് ഭക്ഷണം, അങ്ങനെ തുടങ്ങി അതുപോലെ ഒരുപാട് നല്ല നല്ല റൂൾസുകൾ ഉള്ളതോട് കൂടെ തന്നെ അതിനൊക്കെ ഒരു ക്ലിയർ ബൗണ്ടറി അവിടെ ഉണ്ടാവും. എന്ത് ചെയ്യരുതുമാണ്,
അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ മൊബൈൽ ഉപയോഗമാണെങ്കിലും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലി ഈ ഒരു അഡോളസൻ്റ് ഏജിലൊക്കെ എന്താണ് ഈ ഒരു ഡിജിറ്റൽ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ള സംഭവം വളരെ വ്യാപകമാണ്. അതിപ്പോൾ പുതിയൊരു ട്രെൻഡാണല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ ക്രിയാത്മകമായി നമുക്ക് കുട്ടികൾക്ക് തന്നെ പൂർണ്ണമായിട്ട് വന്ന് വിളങ്ങാനും പറ്റില്ല. പക്ഷെ അതിനൊക്കെ കൃത്യമായൊരു ബൗണ്ടറി എന്തുണ്ടാവും ഈ പാരൻറ്റിങ് സ്റ്റൈലിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വളരുന്ന കുട്ടികൾ അത് വളരെ നെർച്ചറിങ് ചൈൽഡായിട്ട് നല്ല കുട്ടികളായിട്ട് വളർന്ന് അവർക്ക് പിന്നെ നല്ല ഹൈലി സോഷ്യൽ റെസ്പോൺസീവും നല്ല സാമൂഹികമായിട്ടുള്ള ഉത്തരവാദിത്ത ബോധവും അതുപോലെ തന്നെ സെൽഫ് റെഗുലേഷൻ അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും. സെൽഫ് എസ്റ്റീം നമുക്കറിയാം, പിന്നെ സ്വന്തം കഴിവിനെ കുറിച്ചുള്ള ബോധവും അതുപോലെ സ്വന്തത്തെക്കുറിച്ചുള്ള ബഹുമാനവും ഇതൊക്കെ ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സെൽഫ് എഫിക്കസി ഉണ്ടാവും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്തൊക്കെ നമ്മൾ കുറച്ച് പറയാം. അപ്പോൾ ആ സ്വന്തം ഒരു കാര്യം ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നല്ല രീതിയിൽ ക്രിയാത്മകമായി ഡീൽ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് എനിക്കത്രത്തോളം കഴിവുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസമാണ് സെൽഫ് എഫിക്കസി എന്ന സംഭവം. ഇതെല്ലാം ഈ കുട്ടികളിൽ എന്തെങ്കിലും നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ് ഈ ഒരു എ ക്ലാസ് പാരന്റിങ്ങിലൂടെ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളെല്ലാവരും നമുക്കറിയാം ഈ പറഞ്ഞ ഓരോ സ്റ്റൈലിൽ നമുക്ക് മനസ്സിലായി നമ്മൾ ഏത് പാരന്റിങ് സ്റ്റൈലിലാണ് നമ്മൾ പോകേണ്ടത് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ വിവരമില്ലാത്തത് കൊണ്ട് നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മളൊരു 3-4 പോയിന്റുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മളാരും പരിശീലനം കിട്ടിയ രക്ഷിതാക്കളല്ല അല്ലേ. ഇപ്പോൾ എല്ലാ നമ്മൾ ഫീൽഡിലായാലും അവർക്ക് പരിശീലനം. അപ്പോൾ അധ്യാപകർക്ക് ട്രെയിനിങ് പരിശീലനം ഉണ്ട് അല്ലേ. അതുപോലെ ഇപ്പോൾ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യണം, എങ്ങനെ ചിരിക്കണം എന്ന് വരെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലൊക്കെ എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞ ഫീസ് ഉണ്ട്. എങ്ങനെ കസ്റ്റമറെ ചിരിക്കണം, ഏത് കയ്യെത്തി എന്താണ് പിന്നെ ഷെയ്ക്കാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ സിവിൽ ഡിഫൻസിലായാലും സൈന്യത്തിലായാലും ഏത് ഫീൽഡിൽ നിന്ന് നോക്കി അതൊക്കെ ഉണ്ടാവും ട്രെയിനിങ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ പാരന്റിങ്ങിൽ എത്ര ആളുകൾക്ക് ട്രെയിനിങ് കിട്ടാൻ നമ്മളാരും തന്നെ ട്രെയിനിങ് കിട്ടിയിട്ടാവില്ല ഈ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാകുക. നമുക്ക് വയസ്സായി പിന്നെന്തായി പൈസയായി അപ്പോൾ എന്ത് ചെയ്യുന്നു പാപ്പ പറഞ്ഞു കല്യാണം കല്യാണം കഴിച്ചു അപ്പോൾ എന്തായി ഒപ്പം കിടന്ന കുട്ടികളുമായി ഈ ഒരു രീതിയിൽ പാരന്റായി. ഇതായിരിക്കും ബഹുഭൂരിപക്ഷം ഉണ്ടാവും. പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും സൈക്കോളജിയൊക്കെ പഠിച്ച ആളുകൾക്ക് എന്തുണ്ടാവും ചിലപ്പോൾ അതിനെപ്പറ്റി കുറേ പോകുന്നുണ്ടാവും. എന്നാൽ തന്നെ ഒരുപാട് മെജോറിറ്റി നമുക്ക് അറിയില്ല നമ്മൾ മനസ്സിലായാലും മാത്രം. രണ്ടാമത്തെ പറഞ്ഞാൽ ഈ കുട്ടിയെ പറ്റി കാര്യമായിട്ടൊന്നും നമുക്ക് അറിയില്ല എന്നൊന്നും മനസ്സിലാക്കണം. നമുക്ക് നിങ്ങളെ വഷളാക്കാൻ മനസ്സിലാക്കരുത്. അതായത് നമ്മൾ കുട്ടിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ കുട്ടിയുടെ ശരീരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ അതിൻ്റെ ഫങ്ഷൻസ്, ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ഫങ്ഷൻ, ഈ കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുട്ടിയുടെ കിഡ്നി, കുട്ടിയുടെ ഹാർട്ട്, മറ്റുള്ള അവയവങ്ങൾ ഇതിനെ പറ്റിയൊന്നും നമുക്ക് ഒരു നോളേജ് ഇല്ല. പിന്നെ MBBS പഠിക്കുന്ന ഡോക്ടേഴ്സിന് എന്തുണ്ടാവും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോളേജ് അതിനെ പറ്റി ഉണ്ടാകും. അതുപോലെ മൈൻഡിനെ കുറിച്ച് പഠിച്ച സൈക്കോളജിസ്റ്റുകൾ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് നോളേജ് മൈൻഡിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് ഇപ്പോഴും നിരന്തരമായ ഗവേഷണങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കണം. ഇതിനെപ്പറ്റി ഇപ്പോഴും അതിർത്തിക്ക് ഒരാൾ എത്തിയിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മളെ കയ്യിലുള്ള കുട്ടിയെക്കുറിച്ച് കാര്യമായിട്ടുള്ള നോളേജ് ഒന്നും നമുക്കില്ല എന്നുള്ള ബോധം നമുക്ക് വേണം. മൂന്നാമത്തെ പോയിന്റ് അവൻ്റെ നമ്മുടെ കുട്ടിയുടെ ചിന്തയുടെ പാറ്റേൺ അല്ല നമ്മുടെ ചിന്ത എന്ന് മനസ്സിലാക്കും. അതായത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ പാറ്റേൺ അല്ല കുട്ടിയുടെ ചിന്തയുടെ പാറ്റേൺ. അതായത് നമ്മളിപ്പോൾ ഒരു വിഷയം പറയുമ്പോൾ അത് വേറെ രീതിയിലായിരിക്കും കുട്ടി ചിന്തിക്കുന്നുണ്ടാവും. ആ പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നാളിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്താണ് തറവാട് വീട്ടിൽ നിന്ന് വൈഫ് പോയത് നടന്നിട്ടാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ വരെ മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ മോൻ എന്താക്കി ഉമ്മാനെ ചീത്ത പറഞ്ഞിട്ടാണ് എന്തൊക്കെ തെറി വിളിച്ചു. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് രണ്ടാളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്താണ് നീ എന്തുകൊണ്ട് അങ്ങനെ സ്കോൾഡ് ചെയ്തു, എന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഉമ്മ അങ്ങനെ നടന്നു കാണിച്ചാൽ അഞ്ചം പറഞ്ഞു. എൻ്റെ ബ്രദർ പറഞ്ഞു കാറിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു കാറിൽ പോകാൻ എളാപ്പ പറഞ്ഞു. അപ്പോൾ ഉമ്മ നടന്നിട്ട് പോകും. ഇങ്ങനെ നടന്നു പോയിട്ട് കാറുണ്ടാകുമ്പോൾ കാറിലല്ല പോയത്, അതല്ലേ ശരി. എൻ്റെ ചിന്ത ശരിയാണ്, അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അത് ഉമ്മയോട് ചോദിച്ചു നീ എന്തുകൊണ്ടോ കാറിൽ പോകാൻ അതല്ലേ ശരിയാണ്, ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഉമ്മ പറഞ്ഞു പിന്നെ ചെറിയ മോൾ സ്കൂൾ വിട്ടത് 4 മണിക്ക് സ്കൂളിൽ വരും. കാറ് ബ്രദർ അവിടെ മിക്കവാറും പോലെ ഏകദേശം 4 മണി അല്ലെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്ക് പോരുള്ളൂ. അപ്പോൾ ഇവള് സ്കൂളിൽ വന്നാൽ ഓളെ അക്സെപ്റ്റ് ചെയ്യാൻ ആളുണ്ടാവും. അപ്പോൾ ഇവളെന്താണ് പക്ഷെ നേരത്തെ എന്താക്കിയതാണ് നടന്നു പോകാം. അപ്പോൾ രണ്ടാളെ ചിന്ത ശരിയാണ്. തോട്ടിൻ്റെ പാറ്റേൺ ആണ് മനസ്സിലാക്കേണ്ടത്. കുട്ടി ഇവൻ്റെ ചിന്തയും ശരിയാണ്, ഓളെ ചിന്തയും ശരിയാണ്. രണ്ടാളും ഇവനെ ചോദിച്ചു ആ ചിന്തയിൽ തെറ്റുണ്ടോ, തെറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ ഇപ്പോഴും അവൻ്റെ ചിന്തയിൽ തെറ്റില്ല. ഇവരെന്ന് വെച്ചാൽ ഒന്നാമത് അവിടെ ഡിസ്കഷൻ നടക്കുന്നില്ല എന്നുള്ള കണ്ട് അങ്ങനെ അവിടെ ക്ലാഷ് വരും. അപ്പോൾ ഉമ്മയും കുട്ടിയും അല്ലെങ്കിൽ വാപ്പയും കുട്ടിയും എന്താണ് പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചിന്തയുടെ പാറ്റേൺ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ
നമ്മൾ കുട്ടിയുടെ മെക്കാനിക്കല്ല, നമുക്കിത് റിപ്പയർ ചെയ്ത് നന്നാക്കുന്ന സാധനം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഇവൻ്റെ ചിന്തയും ഇവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മളവിടെ എന്താണ്, ഗൈഡായിട്ട് ഹെൽപ്പറായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിയുടെ ഓരോ ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പണപ്പ് ആകണം. സംസാരിക്കാൻ നമുക്ക് സമയം കിടക്കണം, നമ്മളത് റെഡിയാവും. അവിടെ കുട്ടികളുടെ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. സ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതൽ 5 വയസ്സ് 6 വയസ്സ് കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് സംസാരിക്കാനുണ്ടാവുക നമ്മുടെ ഉപ്പനോട് കേൾക്കാം. ആ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ ഉമ്മനോടെ കേൾക്കാം. അത് അവിടെ കുറേ ചർച്ചകളുള്ള വിഷയം. അപ്പോൾ ഇങ്ങനെ കേൾക്കാൻ നേരമില്ലാത്ത ഉമ്മയും ഉപ്പിയായി കഴിഞ്ഞാൽ, ചിലപ്പോൾ ബാപ്പിയും ഉമ്മയും പണിക്കുന്ന അവസ്ഥ ആലോചിക്കുന്നത്. എൻ്റെ അയൽവാസി ഉണ്ടെങ്കിൽ ഉമ്മ ഡെൻ്റൽ ഡോക്ടറാണ്, ബാപ്പിയാണ് തന്നെ. രണ്ടാളും പണിക്ക് പോയിട്ട് പിന്നെ ഈ കുട്ടി സ്കൂളിൽ വരുമ്പോൾ ചിലപ്പോൾ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോകും, ചിലപ്പോൾ ഉണ്ടാക്കാൻ അമ്മക്ക് കഴിയില്ല. എന്നിട്ട് ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പൊക്കളെന്താണ് അയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി വന്നതാണ് എനിക്കും കാട്ടിക്കാണ് എൻ്റെ അമ്മ അവിടെ ജാതിനാണ് കഴിക്കും. അപ്പോൾ നമുക്ക് ആക്കുമ്പോൾ ഒരു സങ്കടം തോന്നും. ഡോക്ടറെ കുട്ടിയാണ്, പക്ഷേ കുട്ടീനെ കെയർ ചെയ്യാൻ ആവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇമോഷണലായിട്ടും അവരുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനെ മനസ്സിലാക്കാനും പ്രത്യേകമായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് എന്താണ് മെൻസ്ട്രേഷൻ പീരീഡൊക്കെ ആകുമ്പോൾ അതിന് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഗൈഡ് ചെയ്യാൻ നല്ല വിവരം വേണം. ഉമ്മമാർക്ക് പ്രത്യേകമാണ്. ഉമ്മമാരില്ലെങ്കിൽ ഉപ്പമാർക്ക് കൃത്യമായിട്ട് കുട്ടികളോട്, മാത്രമല്ല ഉപ്പമാരാകുമ്പോൾ അവർക്ക് അതിൽ ഉപ്പമാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനൊക്കെ മടിയുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്തെങ്കിൽ കുട്ടികളുടെ ആ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടും. ഇല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാവും വലുതാകുന്നതിനനുസരിച്ച് കുട്ടിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അത് പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും വന്ന് പിന്നെ ജോലിയിലും അതുപോലെ കുടുംബ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ ഇത്തരം വിഷയങ്ങൾ എന്താണ്, ഈ 4 കാര്യങ്ങളും അതുപോലെ 4 പാരൻറ്റിങ് സ്റ്റൈലുകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഭയങ്കര ശ്രദ്ധ ക്ഷണിക്കുന്നത് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞ 1-2 പോയിന്റുകൾ പറഞ്ഞ് നിർത്തുകയാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ ഞാൻ പറഞ്ഞ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം നമുക്ക് ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇഹ്യായിൽ പറയുകയാണ്, സ്വബിയു അമാനത്തുൻ ഇൻദ വാലിദിഹി വഖൽബുഹു ത്വാഹിറു ജൗഹറത്തുൻ നഫീസത്തുൻ സാദിജത്തുൻ ഖാലിയത്തുൻ അൻ കുല്ലി നഫ്സിൻ വസൂറത്തിൻ വഹുവ ഖാബിലുൻ ലികുല്ലി മാ നുഖിശ. നമ്മൾ പറഞ്ഞ അതേ ആശയം 900 വർഷങ്ങൾക്ക് മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ കിതാബിലാണ് പറയുന്നത്. ഇന്നത്തെ സൈക്കോളജികളൊക്കെ പറഞ്ഞ അതേ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. ഒരു കുട്ടി എന്താണ് പിന്നെ വളരെ ശുദ്ധമായ പ്രകൃതത്തിൽ അവൻ്റെ ഹൃദയം വളരെ നല്ല രീതിയിലാണ് അവനെ ആക്കിയിട്ടുള്ളത്. ഇതുപോലെ എന്ന് വെച്ചാൽ ആ ഹൃദയത്തിൽ എന്ത് ചെയ്യുക, ഒരു സൂറത്ത് ഒരു കണ്ണാടി എങ്ങനെ ഉണ്ടാവും, ഇവിടെ അതിനെ പിന്നെ ആലങ്കാരികമായിട്ട് പറയുന്നത് ഒരു കണ്ണാടിൻ്റെ രൂപത്തിലാണ്. അത് കണ്ണാടിയിൽ ഒന്നും ഉണ്ടാവില്ല, ഒരു ചിത്രമോ ഒരു കുത്തോ ഒന്നും ഉണ്ടാവില്ല. ആ ഹൃദയത്തിൽ, ആ ഹൃദയമാണെങ്കിൽ കാബിലും ഈ കുല്യമാനുഷ എന്താണോ നമ്മളതിൽ എൻഗ്രേവ് ചെയ്യുന്നത്, നമ്മളതിൽ കുത്തിവെക്കപ്പെടുന്നത് എന്താണോ അതെന്തായിരിക്കും പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഒരു കുട്ടിയുടെ ഹൃദയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ആ കുട്ടിയെ നമ്മൾ അദ്ദേഹം പറഞ്ഞ സോഷ്യൽ ലേണിംഗ് തിയറിയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അവിടെ ഇപ്പോഴത്തെ സൈക്കോളജി പറയുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അഥവാ പിന്നെ ഒരു കുട്ടിക്ക് ഏത് വിഷയങ്ങൾ നമ്മൾ എങ്ങനെയാണോ അതിനെ പിന്നെ ഷെയ്പ്പ് ചെയ്തിട്ടുള്ളത് അതിലാണ് വളരുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഈ പറഞ്ഞ ഞാനായാലും ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ചൂടാകാതെ അല്ലെങ്കിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുക അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ബിഹേവിയർ നമുക്ക് അതിനെ നമ്മളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ നിരന്തരം അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ റൂഡായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു സമയത്ത് നമ്മുടെ കുട്ടിയോട് പെരുമാറി വെച്ചോളൂ, അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ എങ്ങനെയാണ് നമ്മളെ പാറ്റേൺ എന്ന് വെച്ചോളൂ. ഈ കുട്ടീൻ്റെ എങ്ങനെ ആയിരിക്കും അവൻ അത് അവൻ്റെ ബ്രെയിനിൽ ഇതിങ്ങനെ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിങ്ങനെ നോക്കുകയാണ് തൻ്റെ ഉപ്പ എങ്ങനെയാണ് ഒരു അഗ്രഷൻ, ഒരു ദേഷ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇത് കുട്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പം ചിലപ്പോൾ ഉമ്മയോട് എപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും വാപ്പന എന്തെങ്കിലും ഉണ്ടായി അപ്പം ചീത്ത പറയുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കുട്ടി വരുമ്പോൾ അപ്പം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാലും ചീത്ത പറയണം, അങ്ങനെ ഒരു വിഷയം ഉണ്ടായാലും അടിക്കണം. ഇതൊക്കെ ആര് പഠിക്കണേ? ഈ കുട്ടി മോഡലിങ്ങിലൂടെ നമ്മുടെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം വീടാണല്ലോ ആദ്യത്തെ സ്കൂൾ, ഉമ്മയാണല്ലോ ആദ്യത്തെ ടീച്ചർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതോട് വീട് എന്തായി ഷേപ്പായി. ഇനി അതിനെ മാറ്റാൻ കുറച്ച് പണി ഉണ്ടാവുമെന്ന് വെച്ചാൽ മാറ്റാൻ കഴിയും. കാരണം ഇതൊക്കെ ലേൺഡ് ബിഹേവിയർ ആണ്. ദ ലേൺഡ് ബിഹേവിയർ ക്യാൻ ബി അൺലേൺഡ്. പഠിച്ചെടുക്കുന്ന എല്ലാ ബിഹേവിയറും പെരുമാറ്റം ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് അൺലേൺ ചെയ്യിപ്പിക്കാം, അത് വീണ്ടും നമുക്ക് അൺലേൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് കുറേ എക്സ്പെരിമെൻസുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവർ കുറച്ച് കുട്ടികളെന്താണ് ഒരു ഡോള് കൊടുത്തു, അങ്ങനെ വലിയൊരു ഡോള് സ്ഥാപിച്ചിട്ട് കുറച്ച് കുട്ടികളെ ആ ഡോളുള്ള റൂമിലും വേറെ കുട്ടികളുടെ ഡോളില്ലാത്ത റൂമിലും ഇവർ സ്ഥാപിച്ചിട്ട് ഈ ഡോളിന് എന്ത് ചെയ്യും, വലിയ ആളുകൾ അഡ്വൽട്ടായ ആളുകൾ എന്ത് ചെയ്യും, ഈ ഡോളിന് അവരോട് വന്നാൽ ഇങ്ങനെ ഭയങ്കര യുക്തിയും കുത്തും കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ
റൂഡായിട്ട് പരുക്കനായിട്ടുള്ള പെരുമാറ്റം ഈ ഡോളിനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം കാണുന്ന ഈ ചെറിയ കുട്ടികൾ അവരെയും ഇത് കാണിക്കാത്ത കുറച്ച് കുട്ടികളുണ്ട് അപ്പുറത്ത്. ഇവരെ തമ്മിൽ ഇവരുടെ ബിഹേവിയർ സ്കൂളിലൊക്കെ ഇവരെന്ത് ചെയ്തു പരീക്ഷ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഈ ഇതുകൊണ്ട് റൂഡായിട്ടുള്ള എപ്പോഴും ഇടി കുത്തും കാണുന്ന കുട്ടികളുടെ പെരുമാറ്റം അഗ്രസീവ് ബിഹേവിയർ ആയിട്ട് കണ്ടുവന്നു. നിങ്ങൾക്കെന്ത് മനസ്സിലായി? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കാർട്ടൂണുകൾ വളരെ ഇഫക്റ്റീവാണെന്ന് അവരുടെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത് അല്ലേ? ഇങ്ങനെ ഒരുപാട് കാർട്ടൂണുകളൊക്കെ നമുക്കറിയാം വളരെ അഗ്രസീവായിട്ടുള്ള, അതായത് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ഉടനെ എന്താണ് അവിടെ റിയാക്ട് ചെയ്യുന്നത്, എന്താണ് അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ കൊല്ലുക, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആത്മഹത്യ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പുറത്ത് കണ്ടത് 4ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. അത്ഭുതമല്ല അതൊക്കെ അല്ലേ? അത് ചോദിക്കുന്നത് എവിടുന്നത് കിട്ടുന്നത്? ആ കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടി മോലിക്ക് ജൂലൈ പോലെ ഫിറ്ററാണ്. ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു ലേൺ ചെയ്തിട്ടല്ല കുട്ടി ജനിക്കുന്നത്. പിന്നെ എങ്ങനെ? സോഷ്യലായിട്ടുള്ള ലേണിംഗ് ആണ്. അതാണ് ഹബീബായ നബി പഠിപ്പിച്ചത്. നമ്മളാണെന്ത് കുട്ടിയെ ബിഹേവ്. അപ്പോൾ ആ കുട്ടിയെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആ കുട്ടിയിൽ ഒരുപാട് എന്തുണ്ടാവും ഇതിന് മുമ്പ്. എന്താ ഇപ്പോൾ ആ കുട്ടിയുടെ കാരണം എന്താ പറഞ്ഞത്? മൊബൈൽ എടുക്കാൻ ഉമ്മ വിസമ്മതിച്ച കാരണം കൊണ്ട് അത് കൊടുത്തില്ല. അതിന് ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ഒരു ദേഷ്യം കൊണ്ട് വരുമ്പോഴേക്കും ആ ഒരു ഇമോഷനെ റെഗുലേറ്റ് ചെയ്യാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ മൊബൈലാണെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൊബൈൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും, ചിലപ്പോൾ അപ്പുറത്ത് പോയി കാണും. അതും ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ കുട്ടിക്ക് എന്ത് ചെയ്യുക, ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു ഡിസിഷൻ എടുപ്പിക്കണം. ഏതൊരു ഡിസിഷൻ ഒരാൾ എടുത്തു കഴിഞ്ഞാലും ആ എടുത്ത വ്യക്തിക്കാണ് ഡിസിഷൻ്റെ ഉത്തരവാദിത്വം. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കാണ് ഉത്തരവാദിത്തമുള്ളത് അല്ലേ? അതിന് എന്ത് കോൺസിക്വൻസുകൾ വന്നാലും ഉത്തരവാദിത്തം നമുക്കാണ്. അത് നമ്മളായിട്ട് എടുക്കണം. എന്നതുപോലെ കുട്ടിയെ കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുപ്പിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. അത് സിമ്പിളായിട്ട് നമുക്ക് ഒരു ടെക്നിക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കുട്ടിക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ടെക്നിക്കാണ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്നോട് പറയാം, ഓക്കെ എനിക്ക് എന്താ വേണ്ടത്? മൊബൈൽ വേണം. മൊബൈൽ വേണം ചെയ്യണം. എന്തിനാണ് മൊബൈൽ വേണ്ടത്? അപ്പോൾ ചില ഒരുപാട് കാര്യങ്ങൾ പറയും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, നമ്മൾ അത് വാങ്ങിയ വരെ നമ്മൾ കേൾക്കണം. നമ്മൾ ഏത് വിഷയം, നമുക്ക് വൈഫിൻ്റെതായാലും നമ്മളെ കൂടെ ജോലി ചെയ്യുന്നതായാലും ഒരു ലിസണിങ് എന്ന സംഭവം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കാര്യങ്ങളിൽ. കാരണം അത് നമ്മുടെ ഫാമിലി ലൈഫിലും നമ്മുടെ വൈഫ് പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവ് പറയുന്നത് നമ്മൾ ലിസൺ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, അവരുടെ മനസ്സിലുള്ള ചിന്ത അവരുടെ ചിന്ത നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം, നമ്മൾ ലിസൺ ചെയ്യണ്ടേ. അപ്പോൾ ഇഫക്റ്റീവായി നമ്മളപ്പോൾ മൊബൈലിൽ കളിക്കാതെ ഇഫക്റ്റീവായ ലിസണിങ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ചിന്ത മാറുമ്പോൾ ഓക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത്, എന്താണ് പറയാനുള്ളത്, എന്താണ് മൊബൈലിലേക്ക് കാണേണ്ടത്. അപ്പോൾ ഒരുപാട് പല വിഷയങ്ങൾ കാർട്ടൂൺ കാണണം, ഏത് കാർട്ടൂണാണ്, ഇങ്ങനെ നമ്മളതിനെ പറ്റി ഒരു അവയർനെസ് നമുക്ക് വേണം. എന്നിട്ട് അത് ചീത്തയായ കാർട്ടൂണാണ് അതെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മോളെ ഇന്ത്യൻ വിഷയങ്ങളൊക്കെ പ്രശ്നമാണ്, എൻ്റെ പഠനത്തെ ബാധിക്കും, എൻ്റെ ഉയർച്ചയെ ബാധിക്കും, ഉപ്പക്ക് എൻ്റെ ഉയർച്ചയാണ് വേണ്ടത്, അല്ലെങ്കിൽ മോള് നല്ല രീതിയിൽ വളരെയാണ് വേണ്ടത്. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ചെറിയൊരു അവയർനെസ് കുട്ടികൾ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഓക്കെ മൊബൈൽ നീ ഉപയോഗിക്കുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ അവിടെ നമ്മുടെ കണ്ണിന് മോൾക്ക് എന്താണ് വലിപ്പോളം എന്താണ് കണ്ണിൻ്റെ പവറാണ്. അതായത് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കാം. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, അതൊന്നും അവർ കേൾക്കില്ല. കുട്ടികളെ ബാധിക്കുന്ന വിഷയം പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുമെന്ന് ചെയ്യാം. അപ്പോൾ നാളെ കൂടെ വീഡിയോ ഉണ്ടെങ്കിൽ അദ്ദേഹം കേൾക്കാൻ വയ്യ. പിന്നെ ഒരു കുട്ടി മൊബൈൽ കളിച്ച് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ വറച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടോ, അതുപോലെ ഒരു കുട്ടീൻ്റെ കണ്ണ് പറ്റേ പോയ അതിൻ്റെ ഡോക്ടർ വീഡിയോ ഉണ്ട്. ഇത്തരം അവയർനെസ് വീഡിയോസ് നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്താൽ നമ്മൾ പറയുന്നതിനേക്കാളും 100 ടൈംസ് ഉണ്ടാവും അത് ഇഫക്റ്റീവായിരിക്കും. മനസ്സിലാക്കാം. അങ്ങനെ അവയർനെസ് കൊടുക്കുക. എന്നിട്ട് പറയാം ഓക്കെ നീ മൊബൈൽ ഉപയോഗിച്ചോ, പക്ഷേ എനിക്ക് എത്ര സമയമാണ് വേണ്ടത്? 20 മിനിറ്റ് പറയും, 30 മിനിറ്റ് മതിയോ, 25 മതിയോ? ഇങ്ങനെ ഒരു 2-3 ഓപ്ഷൻസ് നമ്മൾ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മൾ സെലക്ട് ചെയ്യാൻ നിർബന്ധിതനായിരിക്കും. അതിലേക്ക് എന്ത് ചെയ്യുക, ഇമ്പോസിഡ് അത് മാറുമ്പോൾ മാക്സിമം അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മധ്യ ലെവലിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഡോളസൻസ് ഏജിലൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ ഒരു ദിവസം കണ്ടിന്യൂസ് അല്ല, മോർണിംഗിൽ ഹാഫ് ആൻ അവർ ആഫ്റ്റർനൂൺ ഹാഫ് ആൻ അവർ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ അവരൊരു തീരുമാനം കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മൊബൈൽ കൊടുക്കുമ്പോൾ ഒരു എന്ത് ചെയ്യുക, അലാറം സെറ്റ് ചെയ്യുക. അപ്പോൾ മൊബൈൽ വാങ്ങുന്ന സമയത്ത് 9 മണിയാണെങ്കിൽ 9:25 എന്ത് ചെയ്യണം, മൊബൈൽ തിരിച്ചെടുക്കണം. ഇങ്ങനെ ഈ രീതിയിലൂടെ എന്ത് ചെയ്യുക, നമുക്ക് അവരുടെ ബിഹേവിയറിൽ മാറ്റി എടുക്കാൻ കഴിയും. അതുപോലെ ഇനി അവരൊരു മോശമായ ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഈ മൊബൈലിൽ ഉപയോഗം എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവർക്ക് എന്ത് പറ്റും, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് കാർട്ടൂൺ കാണാൻ, അല്ലെങ്കിൽ മൊബൈൽ കാണാൻ, അല്ലെങ്കിൽ ഗെയിം കളിക്കാം. അപ്പോൾ ഈ ഗെയിം കളിക്കൽ ഇല്ലാതാവുമ്പോൾ
എന്താണ്, അതായത് എന്തുകൊണ്ട് ഇല്ലാതായി, ആ മോശം ബിഹേവിയർ ഇല്ലാതായി, ഈ പരീക്ഷയിൽ തോറ്റു, മാർക്ക് കുറവായി. അപ്പോൾ പഠിക്കുക എന്നുള്ളൊരു ബിഹേവിയർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഉപയോഗത്തിൽ എന്ത് ചെയ്യുക, കുറച്ച് കുറക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ പഠിച്ചാൽ എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ കിട്ടും, അപ്പോൾ റൈൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചില സമയത്ത് കുട്ടികളല്ല നമുക്കറിയാലോ, അവർ പല പിന്നെ ഒബീഡിയൻസ്, അതായത് ഡിസൊബീഡിയൻസ് കാണിക്കും. അതായത് നമ്മൾ പറഞ്ഞ് കേൾക്കൂല. ഒരു കഥനെ പറയുന്നുണ്ട്. ഇപ്പോൾ നാളെ ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മുന്നിലൊരു വയസ്സായ ബലിക്ക് ഒരു മോനുണ്ട്. അപ്പോൾ ബലി പടക്കെടുക്കും മോനെ പറയും, തല പുറത്തേക്ക് ഇടുക, കൈ പുറത്തേക്ക് ഇടുക, തല പുറത്തേക്ക് ഇടുക, കൈ പുറത്തേക്ക് ഇടുക. ബാക്കിൽ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ കഥാണല്ലോ, ഇങ്ങനെ പറയുന്നത് സാധാരണ കൈ പുറത്തേക്ക് ഇടരുതെന്നല്ലേ പറയുന്നത്. അല്ല പൊന്നാറ സാറേ, ഇത് പറഞ്ഞതിന് ഫുള്ള് എതിരെ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് ഉമ്മാനത്തേക്ക് ഉണ്ടാക്കി കൊടുക്കണം കുട്ടിനെ, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എത്തിക്കിട്ടണം. അപ്പോൾ അതുകൊണ്ട് കൈ പുറത്തേക്ക് ഇടുന്നു പറഞ്ഞാൽ പുറത്തേക്ക് ഇടൂല, ഇല്ലാന്ന് പറഞ്ഞാൽ ഇത്. അപ്പോൾ അതിന് വേണ്ടി ഇയാൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ചില സമയത്ത് തന്നെ കുട്ടികൾ അങ്ങനെ എതിരൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നത്, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനായി തഗാഫല അൻഹു, നമ്മൾ നെവർ മൈൻഡ് ആയിട്ട്, അതായത് നമ്മൾ കണ്ടില്ല, നെവർ മൈൻഡ് ഒത്തില്ല, കണ്ടില്ല എന്ന് എടുക്കണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഒരു മിസ്റ്റേക്കിൽ ഇങ്ങനെ നമ്മൾ ഇതാക്കുമ്പോൾ ഇപ്പം കണ്ടതല്ലേ, അപ്പം അങ്ങനെയൊന്നും പറയും, അപ്പം ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, അത് മുൻപ് ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കിട്ടുന്ന പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ കാണാത്ത പിന്നെ ഇടയ്ക്ക് വല്ലാതെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് സമയം കഴിയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നല്ല നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്രീസിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഒരു പരീക്ഷയിലൊക്കെ ജയിച്ചു, അതിലിപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ വീട് അടിച്ചു വരി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഉമ്മാൻ എന്ത് ചെയ്യും, ഇറച്ചി കഴിക്കാൻ സഹായിച്ചു, ഇത് അങ്ങനെ നല്ല ബിഹേവിയർ ഉണ്ടാകുമ്പോൾ അവരെ പ്രൈസ് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുക, ഞാൻ അക്സെപ്റ്റബിൾ ആണ്, എന്നെ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകും. അവർക്ക് നല്ല സന്തോഷവും പുതിയ പുതിയ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പ്രചോദനമാവും. അപ്പോൾ അവൾക്ക് അപ്രീസിയേഷൻ കൊടുക്കുമ്പോൾ താഴെയുള്ള കുട്ടി എന്ത് ഇത് കണ്ടിട്ട് കോപ്പി ചെയ്യാനും ഇവിടെ നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ നമുക്ക് ഖുർറത്തു ഐനാകുന്ന രൂപത്തിൽ അല്ലാഹു ആക്കിത്തരുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ മദ്രസയിൽ പുതുതായി വന്ന ബഹുമാനപ്പെട്ട നജീബ് സഖാഫി പേരാമ്പ്ര ഉസ്താദിൻ്റെ മോറൽ ടോക്കാണ്. ഉസ്താദിനെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് നിങ്ങളായിട്ട് സംവദിക്കും. ഉസ്താദ് സോഷ്യോളജി PG എടുത്താളാണ്, നല്ല പ്രാസംഗികനും വാക്കിയൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദിനെല്ലാം ഖൈറും ബറക്കത്തും ചെയ്തു കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അത് വളരെ വിശാലമായി കുട്ടികളുടെ മനഃശാസ്ത്രം അനുസരിച്ചുകൊണ്ട് എങ്ങനെ അവരെ വളർത്തി വലുതാക്കണം എന്നുള്ള കൃത്യമായൊരു ധാരണ നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ഉസ്താദിനെ ആഫിയത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ഏത് വിഷയമായാലും നമ്മുടെ ബിസിനസ് ആകെ തകർന്നടിഞ്ഞു പോയി, അതിൽ നമുക്ക് കരകയറാൻ പറ്റും. നമ്മുടെ പ്രവർത്തന വീര്യം കൊണ്ടും നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ടൊക്കെ നമുക്ക് കരകയറാൻ സാധ്യമാണ്. പക്ഷെ നമ്മുടെ മക്കള് വഴിവെച്ച് പോയാൽ ലോകത്ത് നഷ്ടപ്പെടാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും അത് എന്നൊരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ വളരെ വർക്കിംഗ് തിരക്കിൻ്റെ ഇടയിൽ, ഉമ്മമാരാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെ പിന്നെ ഫ്ലാറ്റിലെ ജോലികളും മറ്റും തങ്ങളുടേതായ വർക്കുകളൊക്കെ ചെയ്യുന്ന ഇടയിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വന്നത് ആ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാവട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാണ്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ബിസ്മിയുടെ മഹത്വം പറയുന്ന സമയത്ത് മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഖബർ കണ്ടു. നബിമാർക്കൊക്കെ അവരുടെ മോചിയത്ത് കൊണ്ട് പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഖബറിന്റെ ഉള്ളിലുള്ള മനുഷ്യൻ അഗാധമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്, വലിയ ശിക്ഷയ്ക്ക് വിധേയമാകുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. മഹാനവറുകൾ വേദനയോടുകൂടെ നടന്നുപോയി. മറ്റൊരു സമയത്ത് ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഈ മനുഷ്യന്റെ അതാപം മുഴുവൻ അതാപം നീങ്ങിയിട്ടുണ്ട്. നല്ല സൗഖ്യമാണ്, സുഖമാണ്, സന്തോഷമാണ്. ആ സമയത്ത് മഹാനവറുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, പഠിച്ചോനെ, ഞാൻ പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ വലിയ അതാപിലാണല്ലോ, പക്ഷെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ മനുഷ്യന് വലിയ സന്തോഷമാണ്, എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട്, ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, ഇദ്ദേഹം ഒരു തമ്മാടിയായ മനുഷ്യനാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ രക്തത്തിൽ പിറന്ന ഈ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് വന്ന് അതിന് തമ്മീസ് എത്തിയതിനു ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കലിമത്ത് ചൊല്ലിയതിന്റെ ബർക്കത്തുകൊണ്ട്
അല്ലാഹു തആല ഈ മനുഷ്യന്റെ ഉപ്പയുടെ അദാബ് നീക്കിയതാണ് മൂസ നബിയെ എന്ന് അള്ളാഹു വഴിയറിയിച്ചു കൊടുക്കുകയാണ്. മഹാന്മാർ കിതാബുകൾ ഒരു കാര്യം ഉദ്ധരിക്കണമെങ്കിൽ അത് അത്രയും ഒതന്റിക്കാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഉദ്ധരിക്കുള്ളൂ. അത്രയും സത്യവാസ്തവമായി വന്ന കാര്യങ്ങൾ മാത്രമേ ഉദ്ധരിക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ ഓരോ ചലനത്തിനും നമുക്ക് പ്രതിഫലം കിട്ടും. അവരുടെ ശ്വാസോച്ഛ്വാസത്തിന് വരെ ഒരു മാതാവിനും ഒരു പിതാവിനും പ്രതിഫലമുണ്ട് എന്നാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം നമ്മളാണ് ആ കുഞ്ഞിന് ജന്മം നൽകിയത്, നമ്മളാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ആ അർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതിഫലമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിൽ നമുക്ക് നല്ല ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയണം. നിങ്ങൾ നോക്ക്, ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും അസ്തമിക്കും. ഞാൻ ഓർത്തു പോകുന്നത് 2016 നേപ്പാളിൽ ഒരു ഭൂകമ്പം നടന്നപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ടായിരുന്ന ഇർഷാദ്, അവൻ്റെ പേരങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഒരു ചെറുപ്പക്കാരനല്ല, സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, MBBS കഴിഞ്ഞിട്ട് വലിയ മെഡിക്കൽ കോളേജിൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവൻ്റെ ഓരോ പോസ്റ്റുകളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നേപ്പാളിലേക്ക് MBBS കഴിഞ്ഞതിന്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ നടന്നൊരു ഭൂകമ്പത്തിൽ ആ ചെറുപ്പക്കാരൻ മരിച്ചു പോവുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഭൗതികമായ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ അവിടെ കഴിഞ്ഞു. 5 കൊല്ലം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ MBBSന്റെ സർട്ടിഫിക്കറ്റ് ഇനി വേറൊരാൾക്കും അതിന്റെ ആനുകൂല്യം ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ അർത്ഥത്തിൽ അസ്തമിച്ചു പോകുന്ന ഒരു ഭൗതിക ജീവിതത്തിന്റെ ഒരു തലനാരിഴയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനിടയിൽ നമ്മൾ അങ്ങ് പോയി പെട്ടെന്ന് വിശ്വാസങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്ന് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യന്മാരും നല്ല ഉറക്കത്തിലാണ്. നമ്മളിപ്പോൾ ഉണർന്ന് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന്, അല്ല ഞാനിങ്ങനെ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, നമ്മളൊക്കെ ഒരു ഉറക്കത്തിലാണ്. ഈ ഉറക്കത്തിൽ നിന്ന് ഒരാൾ എപ്പോഴാണ് ഉണരുന്നത്? മരിച്ചു കഴിഞ്ഞാലാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. നമ്മള് മരിക്കലോടുകൂടി ഒരു ലോകത്തേക്ക് നമ്മളിങ്ങനെ എന്താ പറയാ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക, ലോകത്തേക്ക് നമ്മൾ മാറ്റപ്പെടുക. അവിടെ നമുക്ക് ഉപയോഗപ്പെടുന്ന 3 കാര്യങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, വാപ്പ മരിച്ചുപോയാൽ വാപ്പന്റെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഒരു ഫാത്തിഹ ഓതി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ, അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഒരു യാസീൻ ഓതി മഗ്‌രിബിന് ശേഷം എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മകൾ അതുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ കോടിക്കണക്കിന് ഉറുപ്പിയുടെ ആസ്തികൾ ഉണ്ടാക്കിയാൽ നമ്മുടെ പരമ്പര, നമ്മുടെ മക്കളിൽ ചിലപ്പം അല്ലാഹു തആല നമ്മളൊക്കെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ പരമ്പരയിൽ അതൊക്കെ ആസ്വദിച്ച് കഴിയാൻ നമ്മുടെ സന്താന പരമ്പരകൾ വരും. പക്ഷേ അവർ ഉപ്പയായ നമ്മൾ ഓർക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള സമയമാണിത്. ആ ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അൽഹംദുലില്ലാഹ് മക്കളെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, അത് നേരത്തെയൊക്കെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, മക്കൾക്ക് നല്ലൊരു റോൾ മോഡലായി നമ്മൾ മാറണം. പലപ്പോഴും സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മുടെ വാപ്പയും ഉമ്മയും ഒരു റോൾ മോഡലാകണം. അതിനെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് മക്കളല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവരെ നമ്മൾ കടത്താൻ പാടില്ല. അവരെ നമ്മൾ നമ്മുടെ കൂടെ എഴുന്നേറ്റിട്ട് നിസ്കരിക്കുകയും നല്ല ശീലങ്ങൾ പകർന്നു കൊടുക്കുകയും വേണം. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മദ്രസ അൽഹംദുലില്ലാഹ് RSCയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി വളരെ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. RSCയും അതേപോലെ തന്നെ ICFന്റെ നേതൃത്വത്തിൽ ICFും എല്ലാ പ്രസ്ഥാനങ്ങളും നമുക്കിവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാനുണ്ടായ കാരണം സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ ഉസ്താദുമാര് മുന്നിൽ നിന്ന് നയിച്ച് അതിൽ നിന്നൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ട് നമ്മുടെ നേതാക്കന്മാര് ഉസ്താദുമാര് മുന്നിൽ നടന്നുകൊണ്ടാണ് ഈ വഴികളൊക്കെ വെട്ടിത്തെളിഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ ഉപഭോക്താക്കളാകുന്ന, ഇതിന്റെ പ്രയോക്താക്കളാകുന്നത് നമ്മളെല്ലാവരുമാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സമസ്തയുടെ സെന്റിനറി ഇപ്പൊ വരാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് സ്വതക്ക എന്ന് പറയുന്ന ഒരു വലിയ സംരംഭം നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ നമ്മളെ മക്കൾ അൽഹംദുലില്ലാഹ് ഇത്ര വലിയ സൗകര്യങ്ങളുടെ ഇടയിൽ ജനിച്ച് ആ മക്കൾ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല സന്തോഷത്തോടു കൂടി കടന്നു വരുമ്പോൾ അതേ പോയിന്റിലുള്ള അതേ വയസ്സുള്ള കുഞ്ഞു മക്കൾ ഉത്തരേന്ത്യൻ മേഖലയിലെ ചതുപ്പുകളിലൂടെ തണുത്തു വറച്ച് അവിടെയുള്ള മാലിന്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ ഈ കുഞ്ഞു മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങളൊക്കെ പലപ്പോഴും സ്റ്റാറ്റസുകൾ കണ്ടിട്ടുണ്ടാകും. എനിക്ക് പലപ്പോഴും ഓർമ്മ വരാറുള്ളത്, ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ മക്കളെയാണ് ഓർമ്മ വരാറുള്ളത്.
നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആ മക്കൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഒരു പാത്രത്തിലാക്കി കൊടുക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയുന്നത് നമ്മൾ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മത്താള് നമ്മൾ ആ മക്കളെ കൂടി ചേർത്ത് പിടിക്കണം. ആ മക്കൾക്കൊക്കെ നമ്മൾ സഹായം ചെയ്യുന്ന സമയത്ത് നമ്മൾ സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ സ്വതക്ക എന്ന് പറയുന്ന മഹത്തായ സംരംഭത്തിലേക്ക് നിങ്ങളൊക്കെ ഏതാനും ധനങ്ങൾ, നമ്മുടെ സമാഹാരത്തിന്റെ ഏതാനും ധനങ്ങൾ വെച്ചു നീട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അതരങ്ങളിൽ മുതിർന്നു വരുന്ന പ്രാർത്ഥനകൾ അത് നമ്മളൊക്കെ വിധേയപ്പെടും. അതുപോലെ നമ്മുടെ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നീയത്തൊക്കെ പഠിച്ചോനെ എൻ്റെ മക്കളെ, എൻ്റെ സന്താന പരമ്പരകളെ നീ ദീനിയായി നിലനിർത്തണമെന്ന നീയത്ത് നിങ്ങളെ സംഘാടകരെ സമീപിക്കും. അത് നമ്മുടെ ഒരു അവസരമായി കണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിന് സഹായിക്കണം എന്നുകൂടെ ഈ സമയത്ത് ഞാൻ ഉറപ്പെടുത്തുകയാണ്. അങ്ങനത്തെ സ്വതക്കകളും അങ്ങനത്തെ പ്രാർത്ഥനകളുമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മക്കളെ വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് പലപ്പോഴും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നമ്മുടെ മക്കളെ ഇൻഷാ അല്ലാഹ് ഭൗതികം പഠിപ്പിക്കുന്നതിന്റെ അതിനേക്കാളേറെ ആർത്തിയോടെ, അതിനേക്കാളേറെ ആഗ്രഹത്തോടു കൂടി നമ്മുടെ മക്കളെ മതവും പഠിപ്പിക്കാനുള്ള ഒരു ജാഗ്രത അത് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാഹു തആല നമ്മെ പരീക്ഷിച്ചു കളയും. ആ പരീക്ഷണം എനിക്കറിയാം. 2 കുട്ടികളിൽ ഒരു മാതാവ്, ആ മാതാവ് ദുആ ചെയ്യാൻ പറയാണ്. എന്തിനെന്താ, എൻ്റെ മക്കളൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഏതെങ്കിലും ഉമ്മ പറയൂ അങ്ങനെ? എനിക്കറിയാം, അങ്ങനത്തെ ഒരു മാതാവിനെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മക്കളൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. എന്തേ കാരണം? ഈ ലഹരിയുടെ MDMA പോലത്തെ രാസലഹരികൾ ഉപയോഗിച്ച് വീട്ടിലേക്ക് വന്ന് ഉമ്മയുടെ കൈ അടിച്ചു പൊട്ടിച്ച് എല്ലാ ദിവസവും ആ വീട്ടിൽ സംഘട്ടനമാണ്. ആ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയക്കുന്ന സമയമൊക്കെ ഞാൻ അന്വേഷിച്ചു നോക്കി. അപ്പം പറയുന്നത്, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന് പരാതിയും കൊണ്ടുവരും. ഉസ്താദ് അങ്ങനെ ചെയ്യല്ല മോനെ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനോട് പറയാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു വാപ്പ വരും. അങ്ങനെ വന്ന് അവസാനം ഈ കുട്ടികളുടെ അവസ്ഥ, എൻ്റെ മക്കളൊന്നും മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഉസ്താദ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ആ സ്ഥിതിയിലേക്ക് എത്തരുത് എന്നുള്ളൊരു ജാഗ്രത നമുക്ക് വേണം. നമ്മൾ വളരെ തിരക്ക് പിടിച്ച ആളുകളാണ്. ഈ സമയത്ത് ഇത്രയും നേരം ഞാൻ ഉസ്താദിന്റെ ക്ലാസ് നടക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടി യാതൊരു ആലസ്യവും ഇല്ലാതെ അസ്വാരസ്യവും ഇല്ലാതെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് അത് നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ജാഗ്രതയാണ്. ആ ജാഗ്രത കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് രക്ഷിതാക്കന്മാർ വരാൻ സാധിച്ചിട്ടില്ല. അവർ പല തിരക്കുകൾ ഉള്ളത് കൊണ്ടായിരിക്കും. അവരും ഇത് കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. ഉസ്താദിന്റെ ക്ലാസും മറ്റുമൊക്കെ ഗഹനമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇൻഷാ അല്ലാഹ് സഖാഫി ഉസ്താദ് കൂടി നിങ്ങളോട് സംസാരിക്കും. അല്ലാഹു തആല എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أفضل رسول الله وعلى آله وصحبه وسلم. ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദും സദർ ഉസ്താദും വളരെ ഗഹനമായി തന്നെ കുട്ടികളെ ഏത് രൂപത്തിൽ നാം വളർത്തണം, മദ്രസയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചൊക്കെ വളരെ വിശാലമായി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാനായി. ഇത്തരം പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ നാം എന്ത് തിരക്കാണെങ്കിലും ഒഴിച്ചുകൂടാൻ ആകാത്ത പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ വരാൻ പറ്റില്ല. അതുപോലെ പല കാരണങ്ങളുണ്ടാവും. നിർബന്ധമായി അറ്റൻഡ് ചെയ്യേണ്ട പല മീറ്റിങ്ങുകളുണ്ടാവും. അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഇത്തരം പാരൻസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതൊരു ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഒരു ജാഗ്രതയാണ്. മക്കൾക്ക് വേണ്ടി നാം കുറച്ച് സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ അത് കൂടുതൽ നമ്മെ ഉണർത്തുകയും പല കാര്യങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. നമ്മൾക്കെല്ലാം ഉസ്താദുമാർ പറഞ്ഞ പല കാര്യങ്ങളും പല വിധേനയും നാം ഒക്കെ നേരത്തെ കേട്ടതും അറിഞ്ഞതൊക്കെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഒരുപാട് ആശയങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നതായിട്ട് നമുക്കൊക്കെ അറിയാം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. 1-2 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരിലേക്ക് ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക. നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട് നാം ജീവിക്കുന്ന ഏതൊരു സംവിധാനത്തിലാണോ ആ ഒരു രൂപത്തിൽ എല്ലാ ആളുകൾക്കും ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും
മസ്ഊലൻ അൻ റഅയതിഹി, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവർക്കും ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാമൊക്കെ കണക്ക് പറയേണ്ട കാര്യമാണ്. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങളുടെ ശരീരത്തെ മാത്രം നരകത്തെ തൊട്ട് സൂക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ അഹ്ലുകാരുടെയും, അഹ്ൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നാം, നമ്മുടെ മറ്റുള്ള കുടുംബാദികൾ, ഇവരെയെല്ലാം നരകത്തിലേക്ക് പോകുന്ന എന്തൊക്കെ കാര്യങ്ങളിലേക്ക് അവരെടുക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ വഴിമാറി അവരെ ദീനിന്റെ വഴിയിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങളിൽ അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരാണോ? അല്ലാഹുവിന്റെ ഈ ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമായ മറുപടി നമുക്കൊക്കെ പറയാം, അറിവുള്ള ആളുകളും അറിവില്ലാത്ത ആളുകളും സമന്മാരല്ല. കൂടുതൽ കൂടുതൽ മതപരമായിട്ടുള്ള അറിവുകൾ നാം നേടുമ്പോഴാണ് നാം സമൂഹത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറുക. കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആളുകളായിട്ട് മാറുമ്പോഴാണ് മാത്രമാണ് നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കുന്നതായ മക്കളായിട്ട് വരുന്നത്. ലൈസ മിന്നാ മൻ ലം യുഖ്തർ കബീറനാ വയഅരിഫ് ഉലമാന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ചെറിയ കുട്ടികളെ നാം അവരെ കരുണയോടുകൂടി നോക്കുകയും വലിയവരെ ആദരിക്കുകയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെ അവരുടേതായ ഹക്കനുസരിച്ചുകൊണ്ട് അവരോട് പെരുമാറുകയും ചെയ്യാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയവരോട് കരുണ കാണിക്കുക, വലിയവരോട് ആദരവ് കാണിക്കുക. അതുപോലെ പണ്ഡിതന്മാർക്ക് ഏതൊക്കെ രൂപത്തിലുള്ള ആദരവാണ് കൽപ്പിക്കേണ്ടത് ആ രൂപത്തിൽ നാം ജീവിക്കണം. അത് പഠിപ്പിക്കുന്നത് എവിടെയാണ്? നമ്മുടെ മദ്രസകളിലാണ്. അത്തരം മദ്രസകളിൽ നമ്മുടെ കുട്ടികളെ ചേർത്താനും നമ്മുടെ അഹ്ലുകാരുടെ കുട്ടികളെ ചേർത്തിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരെ ഏതൊക്കെ രൂപത്തിൽ അവർ തോന്നിവാസ മേഖലകളിലേക്ക് പോകുന്നുണ്ടോ അതിൽ നിന്നൊക്കെ മാറ്റി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വഴിയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം, മാന അല വാലിദുൻ വലദൻ മിൻ നഖ്ലിൻ അഫ്ദല മിൻ അദബിൻ ഹസൻ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറ്റവും നല്ല അദബ്, മര്യാദ പഠിപ്പിച്ചു കൊടുക്കലാണ് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമ്മാനം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ല സമ്മാനമാണ്. ഇതൊന്നും മറ്റുള്ള ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളിലൊന്നും ഭൗതികപരമായിട്ട് നാം എന്ത് പരിപാടി നടത്തിയാലും കിട്ടാത്ത പല കാര്യങ്ങളും നാം മദ്രസയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, രാവിലെ തന്നെ കുട്ടികളെ ഒരുക്കി വിടുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മറ്റൊരു സമയത്ത് നമുക്ക് സുഖം കിട്ടുക. വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിലൂടെയാണ് നമുക്ക് എളുപ്പം കിട്ടുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നാം വളരെ വ്യക്തമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കൃത്യസമയത്ത് മദ്രസയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾക്ക് പുനർവിചിന്തനം ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ രാവിലെ മദ്രസ 9 മണിക്ക് തുടങ്ങി 9:30 മണിക്കൊക്കെയാണ് ചില കുട്ടികൾ വരുന്നത്. അപ്പോൾ ആ ഒരു അരമണിക്കൂർ സമയം ഉസ്താദ്മാരെടുക്കുന്ന ക്ലാസ് അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് പിറ്റേ ദിവസം ആ ക്ലാസ് പിന്നെ അവർ എടുത്തു കൊടുക്കാൻ കഴിയില്ല. കാരണം ഒരു ക്ലാസ്സിന് എല്ലാ ദിവസവും ഇങ്ങനെ മറ്റുള്ള കുട്ടികൾ വരുമ്പോൾ വേറെ 1-2 കുട്ടികൾ വരാണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ മിസ്സിങ് വരുന്നുണ്ട്. അപ്പൊ അത് വളരെയധികം നമ്മുടെ രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ കുട്ടികളെ രാവിലെ തന്നെ വിടുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് അതുപോലെ തന്നെ ശുദ്ധിയാക്കി നല്ല കുളിപ്പിച്ച് ഒരുക്കി വിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യാനാണുള്ള വരി വരുന്നത്. അത് പഠിപ്പിക്കാൻ ആ ഒരു ബർക്കത്ത് കിട്ടാനും ആ ഒരു നല്ലൊരു രൂപത്തിലും ഭാവത്തിലും അവരെ നല്ല ഒരു വസ്ത്രമൊക്കെ അണിയിപ്പിച്ചുകൊണ്ട് നമ്മളെ കുട്ടികളെ പറഞ്ഞാക്കണം. അതുപോലെ വീട്ടിൽ രക്ഷാകർത്താക്കളാണ് കൂടുതൽ ഈ വിഷയം. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മമാർക്കാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ റോളുള്ളത്. ഉമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റാച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉസ്താദുമാർക്ക് ഇവിടെ 8 ക്ലാസ്സാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ 8 ക്ലാസ് വ്യത്യസ്ത സമയങ്ങളാണ്. വീക്കെൻഡ് ഉണ്ട്, അതുപോലെ തന്നെ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്, വ്യത്യസ്ത സമയങ്ങളിലാണല്ലോ. അപ്പോൾ ഉസ്താദുമാർക്ക് ഇത്രയും ക്ലാസ്സുകൾ ക്രമീകരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര സമയം കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അതനുസരിച്ച് കൂടി ഇവിടുന്ന് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് വീട്ടിൽ ചെന്നുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ രക്ഷാകർത്താക്കൾ മുന്നിട്ട് ഇറങ്ങണം. ഇവിടെ രക്ഷാകർത്താക്കളിൽ ഭൂരിഭാഗം ആണുങ്ങളൊക്കെ എന്തായാലും ജോലിക്കും മറ്റൊക്കെ പോയി അതിൻ്റെതായ ഒരു പ്രയാസങ്ങളുണ്ടാവും. പക്ഷേ
ഉമ്മമാര് ജോലിക്ക് പോകാത്ത ഉമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അതിന് സമയം കണ്ടെത്തണം. അത് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ഭാവിക്ക് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് നാമൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നാം നമ്മുടെ ഉസ്താദുമാരെ ബഹുമാനിക്കാൻ, ഉസ്താദുമാരെ ആദരിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം. കാരണം ഉസ്താദുമാരെ ഏതായാലും പിന്നെ എന്താ നീ ആദരിക്കുകയെന്ന് പറഞ്ഞിട്ട് എന്തായാലും കൂടുതൽ അത് പറയാൻ നിൽക്കില്ല. നാം അങ്ങനെ പറഞ്ഞ് കുട്ടികളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മളെയും ബഹുമാനിക്കാനും നമ്മൾക്കും കരുണയോടുകൂടി സ്നേഹം കിട്ടുവാനും ഒക്കെ അതൊക്കെ ഒരു കാരണമാവുകയുള്ളൂ. നാം നമ്മുടെ മക്കളുടെ മുന്നിൽ ഒരു കാരണവശാലും അവർക്ക് അനുയോജ്യമല്ലാത്ത രൂപത്തിൽ അല്ലെങ്കിൽ മാതൃകാപരമായ രൂപത്തിലല്ലാതെ പെരുമാറാൻ പാടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഭൂരിഭാഗം ആൾക്കാരുടെയും രക്ഷാകർത്താക്കളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ നാട്ടിലായി. അപ്പൊ അവരോട് നാം ഈ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അവരോട് നാം കരുതലിന്റെ വാക്കുകൾ സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ മക്കൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിട്ടേൺ ആണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടുക. അപ്പം നാം കൃത്യമായും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുക്കുകയും ആ ഒരു രൂപത്തിൽ നമ്മുടെ പേരൻസിനെ ഏത് രൂപത്തിലാണോ കാണുന്നത് ആ ഒരു രൂപത്തിൽ തന്നെയായിരിക്കും. അതിൽ യാതൊരു സമയം ഒരുപാട് ഉദാഹരണങ്ങൾ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാണ്ട് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുറേ ആളുകളൊക്കെ ഇപ്പോൾ നിലവിൽ ഓൺലൈൻ പഠന രൂപത്തിലേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് കുറവുകൾ ഓൺലൈൻ പഠനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണം, അധ്യാപകന്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം വരുമ്പോൾ ഒരുപാട് അതവ് പഠിപ്പിക്കുന്നതിലാണെങ്കിലും അവരുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണെങ്കിലും അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഉസ്താദുമാർ ഓതി ഒക്കെ ഓരോ കാര്യങ്ങൾ ഓതി പിന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ അതായത് ആ സമയത്ത് തന്നെ കുട്ടികൾക്കുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും അതൊക്കെയാണ് നേരിട്ട് വന്ന് പഠിക്കുമ്പോഴും ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുമ്പോഴുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഇപ്പോൾ 8ാം ക്ലാസ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞു, ഇനി അതിൽ മേലുള്ള കുട്ടികൾക്ക് ഇവിടെ നേരിട്ട് വരാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഉദാഹരണമായിട്ട് നമ്മുടെ 2 ആഴ്ച കൂടുമ്പോൾ ഇവിടെ മഹദറത്തുൽ ബദരിയ, അതുപോലെ തന്നെ ബദർ മജ്ലിസ്, ഇങ്ങനെയുള്ള മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുകയും നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് പങ്കെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യണം. കാരണം അതൊക്കെ മുഖേനയാണ് നമ്മുടെ ഒരു ദീനി ചുറ്റുപാട് നമ്മുടെ മക്കളിലേക്ക് ഒരു ദീനിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വരുള്ളൂ. ഇപ്പൊ ആധുനികപരമായിട്ടുള്ള ജീവിത ചുറ്റുപാടുകൾ ഇപ്പോൾ കുറെ നമ്മൾ പിന്നെ വൈകുന്നേരമാകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിക്കൊണ്ട് കുറെ നമ്മൾ ഷവായയും ചിക്കനും അതൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് കൂടുതൽ സ്നേഹം നമുക്ക് നേടിയെടുക്കാം എന്നിട്ട് അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു വിദ്യാധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് നാം ഉൾക്കൊള്ളുക. കാരണം കൂടുതൽ ആത്മീയ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് മാത്രമേ അവരുടെ രക്ഷാകർത്താക്കളെ പിന്നെ കരുണയോടുകൂടി നോക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടുതലും പിരിയലും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷാകർത്താക്കളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൗകര്യമുള്ള ആൾക്കാരെ നമുക്ക് സംസാരിക്കാൻ നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സിബാമലി 1ാം ക്ലാസ്സിലാണ് ഇവിടെ പഠിക്കുന്നത്. 6 വയസ്സാകുന്നതിന് മുന്നേ തന്നെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെയായിട്ടുള്ള നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഓൺലൈനിലൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് മദ്രസ എങ്ങനെ എന്നുള്ളത് എൻ്റെ മുമ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം യാഥാർത്ഥികമായിട്ടാണ് ഞാൻ ആ പള്ളിയുടെ മുമ്പിൽ 2 പെൺകുട്ടികൾ മദ്രസ വിട്ട് പോകണമെന്ന് ഞാൻ കണ്ടത് 2 വർഷം മുന്നേ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങൾ എവിടെയാണ് മദ്രസ പോകുന്നത്? അപ്പോൾ കറമസുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തന്നെ ചോദിച്ചു. പക്ഷേ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായത് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത്. ഞാൻ സത്യമായ മനസ്സെന്ന് പറയുകയാണ്, 1ാം ക്ലാസ്സിലായിട്ട് പോലും അവൾ എഴുതാനും വായിക്കാനും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടെ മാൻഡറ്ററി ആയിട്ട് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പം KG1 KG2 അതുപോലെ തന്നെ ഇപ്പോൾ 1ാം ക്ലാസ്സിലെത്തി അവിടെ അറബി പഠിപ്പിക്കുന്നുണ്ട്, എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അവർക്ക് അലിഫ് ബാ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ഈ മദ്രസയിൽ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട്.
ഞാൻ അത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് സൈഡ് പ്രത്യേകിച്ച് ദുബായിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ദുബായിലെ ഈ സൈൻ ബോർഡൊക്കെ ഈ ഷർട്ടും വർക്കും അതൊന്നും ഇല്ലാതെ അവിടെ ചില സമയത്ത് ഈ സൈൻ ബോർഡ് വായിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഞാൻ തന്നെ കുറേ ആലോചിക്കും. കാരണം നമ്മൾ ഈ അൽഫും ബായിൻ്റെ മേലെയുള്ള സാധനങ്ങൾ ഉള്ളതാണ് നമ്മൾ പഠിച്ചത്, ഖുറാനായാലും അങ്ങനത്തെയാണ് പഠിച്ചത്. പക്ഷെ അതില്ലാതെ കൂടി അവൾ ആ സൈൻ ബോർഡ് വായിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ ഉമ്മയോട് പറയാനുണ്ട്, ശരിക്കും എനിക്ക് തന്നെ ഡിഫിക്കൽട്ടായ വാക്കുകൾ അവൾ പറയുന്നത് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് സന്തോഷമായി. അതുപോലെ തന്നെ ഇന്നലെ രാത്രി എന്നോട് ആ മോളിലേക്കാണ് എന്നോട് ഇന്നലെ മോളിലേക്കാണ് ബാബാക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ചെല്ലേണ്ടത് അറിയുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മറന്നുപോയി. അപ്പോൾ മോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് ചെല്ലേണ്ടത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ ഉസ്താദ് എപ്പോൾ പഠിപ്പിച്ചു, ഒരാഴ്ച മുമ്പ് പഠിപ്പിച്ച സംഭവങ്ങളാണ് ഉസ്താദ് ബാത്റൂമിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോൾ ഉള്ളതും പഠിക്കണം, ഉപ്പാനൊക്കെ അൽഹംദുലില്ലാ ഇല്ലതും പഠിക്കാനുണ്ട്, അതെനിക്ക് പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വലത്തെ കാലം വെച്ചിട്ടാണ് ഇടത്തെ കാലം വെച്ചിട്ട് കയറണം, വലത്തെ കാലം വെച്ചിട്ട് പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കും, നമ്മളിത് പഠിച്ചത് ചിലപ്പം 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലായിരിക്കും നാട്ടിൽ മദ്രസയിൽ പഠിച്ചത്. പക്ഷേ ഇന്ന് ഇവിടുന്ന് ഈ 1ാം ക്ലാസ് മുതൽ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. അതുപോലെ തന്നെ ഞാൻ അവളോട് പറഞ്ഞു വേറൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച അവൾക്ക് ഉറങ്ങുന്നതിന് മുമ്പേ റബ്ബർഹുമ്മ കമാ റബ്ബയാനി സഗീറാന്ന് പറഞ്ഞു അവൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പഠിപ്പിച്ചു. അപ്പോൾ അത് എന്തിനാന്നുള്ളത് ഞാൻ പഠിപ്പിച്ചില്ല. അപ്പോൾ കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അവൾ ആ ഒരു കാര്യം കൂടി ബൈഹാർട്ടായിട്ട് പറഞ്ഞു. അതായത് ഉറങ്ങുന്നതിന് മുന്നേ ഫാത്തിഹ ഖുൽഹുവല്ലാഹൊക്കെ ഓതുന്നതിന് മുന്നേ ഇതും കൂടി പഠിച്ചു വന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അവളോട് ചോദിച്ചു ഇതെന്തിനാണ് നീ ചെല്ലുന്നതെന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളോട് ഉമ്മാരോട് പറഞ്ഞു അത് പറയണ്ട, ചിലപ്പോൾ ബാപ്പാനോട് ചോദിച്ചിട്ട് ചിലപ്പോൾ അത് പറയൂല എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു, അത് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അത് എനിക്ക് എപ്പം വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജുമാ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാപ്പാക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ സത്യം ഈ ഒരു മദ്രസയിൽ വന്ന നല്ലൊരു മാറ്റമുണ്ട്, സത്യമായിട്ട് നല്ലൊരു മാറ്റമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള തുടർ പഠനത്തിന് വേണ്ടിയിട്ട് പഠിത്തം ദീർഘായുസും ആഫിയത്തും ആരോഗ്യം തരട്ടെ. അതുപോലെ തന്നെ ഉസ്താദുമാർക്കും അതുപോലെ തന്നെ ദീർഘായുസും ആഫിയത്തും ഉണ്ടാകട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.